നാളുകളായി താരലോകവും ആരാധലോകവും കാത്തിരുന്ന വാർത്തയാണ് നടി കീർത്തി സുരേഷിന്റെ വിവാഹം. സിനിമയ്ക്കകത്തും പുറത്തുമുള്ള നിരവധി പേരുടെ പേരുകൾ കീർത്തിയുടെ വിവാഹ വാർത്തകളിൽ പുറത്തു വന്നിരുന്നു. അപ്പോഴെല്ലാം സ്വന്തം കുടുംബം തന്നെ അക്കാര്യം നിഷേധിച്ച് രംഗത്ത് വരികയും ചെയ്തു. പക്ഷേ ഇക്കുറി ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ ആന്റണി തട്ടിൽ എന്ന പേര് ഒരേ സ്വരത്തിൽ പറയുകയാണ്. പലരും കീർത്തിയുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ പരതി ആന്റണിയെ ഫോളോവേഴ്സ് ലിസ്റ്റിൽ നിന്നും പുറത്തെടുക്കുകയും ചെയ്തു. ബന്ധുവാണ് വരനെന്നായിരുന്നു തുടക്കത്തിൽ റിപ്പോർട്ടുകളെങ്കിലും ഇതോടുകൂടി വിവാഹ വാർത്ത വൈറലായി കഴിഞ്ഞു. 1.5 പതിറ്റാണ്ടായുള്ള സൗഹൃദം സ്കൂൾ കാലം മുതലേ ആരംഭിച്ചതാണ് എന്നാണ് റിപ്പോർട്ടുകൾ. ആന്റണി കീർത്തിയുടെ സുഹൃത്തുക്കളും താരങ്ങളുമായ കല്യാണി പ്രിയദർശൻ, ഐശ്വര്യ ലക്ഷ്മി, മാളവിക മോഹനൻ, അപർണ ബാലമുരളി, മീരാനന്ദൻ എന്നിവരും ഫോളോ ചെയ്യുന്നു. ആന്റണി സിനിമാ മേഖലയിൽ നിന്നുള്ള വ്യക്തിയല്ല, ബിസിനസ്സാണ് പ്രവൃത്തി മണ്ഡലം. ആന്റണിയുടെ പ്രൊഫൈൽ ലോക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ കീർത്തിയുടെ പ്രൊഫൈൽ മാനേജ് ചെയ്യുന്ന ടീം ഉൾപ്പെടെ ആന്റണിയെ ഫോളോ ചെയ്യുന്നു എന്നതാണ് വിവരം. മലയാള സിനിമയിലെ പ്രമുഖ താരകുടുംബത്തിലെ മേനക സുരേഷ് കുമാർ ദമ്പതികളുടെ ഇളയ പുത്രിയാണ് കീർത്തി സുരേഷ്. കീർത്തിയുടെ ചേച്ചി രേവതിയുടെ പേരിലാണ് സുരേഷ് കുമാർ ആദ്യകാലങ്ങളിൽ രേവതി കലാമന്ദിർ എന്ന പേരിൽ ചലച്ചിത്ര നിർമ്മാണ കമ്പനി ആരംഭിച്ചത്. രേവതിയുടെ വിവാഹം നേരത്തെ കഴിഞ്ഞു. വീട്ടുകാർ ചേർന്ന് നടത്തിയ വിവാഹം നടന്നതു മുതലേ കീർത്തി ഇനി എന്നാകും വിവാഹിതയാകുക എന്നായിരുന്നു പ്രധാന ചോദ്യം. ഈ ചോദ്യം ഉത്തരം കിട്ടാത്ത നിലയിൽ വർഷങ്ങളോളം നിറഞ്ഞു. അടുത്തിടെ കീർത്തിയുടെ വിവാഹ വാർത്ത വീണ്ടും തലപൊക്കിയിരിക്കുകയാണ്. കീർത്തി അഭിമുഖം നൽകിയ ഒരു മാധ്യമമാണ് താരം വിവാഹിതയാകുമെന്ന വിവരം വീണ്ടും റിപ്പോർട്ട് ചെയ്തത്. ഗോവയിൽ ഡെസ്റ്റിനേഷൻ വെഡിംഗ് ആവും നടക്കുക എന്നും ഇതിൽ വിവരമുണ്ടായിരുന്നു. എന്നാൽ ആന്റണി തട്ടിൽ എന്ന പേര് പൊടുന്നനെ എടുത്തിട്ടത് ദേശീയ മാധ്യമങ്ങളാണ്. ആരാണ് ആന്റണി എന്നറിയാനുള്ള ഏക പോംവഴി ഇദ്ദേഹത്തിന്റെ പ്രൊഫൈലിൽ നൽകിയിട്ടുള്ള ഇന്റീരിയർ ഡിസൈൻ കമ്പനിയുടെ ലിങ്കിലെ വിവരം മാത്രമാണ്. പക്ഷേ ഈ വാർത്ത വരും മുൻപേ ഇന്ന് സിനിമാ ലോകത്തിന്റെ ഗോസിപ്പുകൾ ആദ്യമേ തലപൊക്കുന്ന റെഡിറ്റിൽ ഈ വിവരം പൊന്തിയിരുന്നു. ബിസിനസ്മാൻ എന്ന നിലയിൽ വിവരം പുറത്തു വരുമ്പോഴും ആന്റണിയുടെ സാമ്പത്തികമാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. ഒരാഴ്ച മുമ്പേ ആന്റണിയുടെ പേരുൾപ്പെടെ ഇവിടെ വന്നു ചേർന്നിരുന്നു. 40-കാരനായ ആന്റണി കീർത്തിയേക്കാൾ സാമ്പത്തികമായി പിന്നോക്കമുള്ള വ്യക്തിയെന്നാണ് ഇതിലെ ഒരു പോസ്റ്റിൽ വന്നു ചേർന്നിട്ടുള്ള ആരോപണം. ഇദ്ദേഹത്തിന്റെ പല ബിസിനസ്സുകൾക്കും പണമിറക്കുന്നത് കീർത്തി സുരേഷ് എന്നും ഇത്തരത്തിൽ വാഗമണിൽ ആരംഭിച്ച റിസോർട്ട് ബിസിനസ് പരാജയമായി മാറിയെന്നും ഇതിൽ പറയുന്നുണ്ട്. കൊച്ചിയിലും ചെന്നൈയിലും വേരുകളുള്ള ഇന്റീരിയർ ബിസിനസ് സ്ഥാപനത്തിന്റെ വിവരമാണ് ആന്റണി തട്ടിലിന്റെ പേജിലെ ലിങ്കിൽ വെബ്സൈറ്റിലേക്ക് വഴി തുറക്കുന്നത്. കൂടുതൽ ജനലുകളും മനോഹരമാക്കുന്ന ഉൽപ്പന്നങ്ങളാണ് ഇവിടെ ചെയ്തു നൽകുന്നത് എന്ന് വെബ്സൈറ്റിൽ വിവരം സൂചിപ്പിക്കുന്നു.